എസ് കെ എൻ ഒന്നിനു പിറകെ ഒന്നായിട്ട് യുദ്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഉക്രൈൻ യുദ്ധം 4 വർഷം കഴിഞ്ഞു. ഇപ്പുറത്ത് ഇറാനുമായിട്ട് അമേരിക്ക എന്ന് ഏറ്റുമുട്ടും എന്നുള്ള ഒരു വലിയ ആശങ്കയിലാണ് പശ്ചിമേഷ്യ. അതിനിടയിലാണ് ഇപ്പോൾ വളരെ സർപ്രൈസായിട്ട് പഴയ സുഹൃത്തുക്കളായിരുന്ന പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സേനയും തമ്മിൽ ഏറ്റുമുട്ടിയത്. ഇപ്പോൾ താലിബാന്റെ 300ഓളം പേരെ വധിച്ചു എന്നാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഓഫീസ് തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല 89 പോസ്റ്റുകൾ അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേനയുടെ പോസ്റ്റുകൾ തകർത്തതായി അവകാശപ്പെട്ടിരിക്കുന്നു. കാന്തഹാറിൽ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിലൊക്കെ പാകിസ്ഥാൻ കയറി ആക്രമിച്ചു എന്ന് പറയുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു ഓപ്പൺ വാർ എന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ യുദ്ധം എന്ന തരത്തിൽ ഓപ്പൺ വാർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിനിടയിൽ പാകിസ്ഥാന്റെ മിലിറ്ററി ക്യാമ്പുകളിൽ കയറി ഡ്രോൺ ആക്രമണം നടത്തിയിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന. അതുകൊണ്ട് ഇവർ തമ്മിലുള്ള രൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷത്തിലാണ് കാര്യങ്ങൾ. 2600 കിലോമീറ്ററാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി. 2600 കിലോമീറ്റർ ഉണ്ട്. ഡുറൻ ലൈൻ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും വലിയ പോരാട്ടം നടന്നത്. പാകിസ്ഥാന്റെ 60-ലേറെ സൈനികരെ അവിടെ വധിച്ചു അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന. അതിന് തിരിച്ചടിയായിട്ടാണ് ഈ വ്യോമാക്രമണം നടത്തിയിട്ടുള്ളത്. എസ് കെ 465 യുദ്ധവിമാനങ്ങളുണ്ട് പാകിസ്ഥാന്, പക്ഷെ 6 യുദ്ധവിമാനങ്ങൾ മാത്രമേ അഫ്ഗാനിസ്ഥാന്റെ കൈവശമുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കാര്യങ്ങൾ രൂക്ഷമായി പോകുന്നതെന്ന് മാത്രമല്ല എസ് കെ അമേരിക്ക ഈ മണിക്കൂറുകൾ പ്രതികരിച്ചിട്ടുണ്ട്. അമേരിക്ക ഇതുവരെ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. പാകിസ്ഥാൻ ഈസ് ഡൂയിങ് വെൽ എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നത് മാത്രമല്ല സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള അവകാശവും അധികാരവും പാകിസ്ഥാനുണ്ടെന്ന് അമേരിക്ക പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അമേരിക്കയായിട്ട് ഒരു പുതിയ ബാന്ധവം ഇപ്പോൾ ഉണ്ട് പാകിസ്ഥാന്. സൗദി അറേബ്യയായിട്ടുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളുമായിട്ട് ചൈന രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു, ഇറാൻ ഇറങ്ങിയിരിക്കുന്നു, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ, സൗദി അറേബ്യ ഇറങ്ങിയിട്ടുണ്ട്. സൗദിക്ക് പാകിസ്ഥാനുമായിട്ട് നല്ല ബന്ധമുണ്ട്. എന്തായാലും ഈ അറബ് രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പക്ഷേ ഡയലോഗ് ആവാം, ചർച്ചയാവാമെന്ന് അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ സേന പറഞ്ഞിട്ടുണ്ടെങ്കിലും ഫലത്തിൽ ഇത് സംബന്ധിച്ചൊരു മധ്യസ്ഥതയും ഉണ്ടായിട്ടില്ല. നേരത്തെ പ്രശ്നം ഉണ്ടായപ്പോൾ ഖത്തർ ഇടപെട്ടാണ് അത് നിർത്തിയത് ഒക്ടോബറിൽ. വീണ്ടും രൂക്ഷമാവുകയാണ് എസ് കെ. ബിബി, മറ്റൊരു കാര്യം, ഈ അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകൾ തറക്കാൻ കഴിയുന്ന കപ്പൽ വേദ മിസൈലുകൾ ചൈന ഇറാന് നൽകുമെന്ന രീതിയിൽ വാർത്ത പരക്കുന്നു. എന്നാൽ അതിനേക്കാളും നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന സംഭവം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രയേൽ സന്ദർശിക്കുന്നതിൽ ഗൾഫ് രാജ്യങ്ങൾ കനത്ത ആശങ്ക പടരുന്നു. കാര്യം ഇന്ത്യയുടെ ഇസ്രയേൽ അനുകൂല നിലപാടുകൾ അവരിൽ വലിയ ധാരണാപേശമുണ്ടാകുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നു. ചില മാധ്യമപ്രവർത്തകരൊക്കെ നമ്മളോട് നേരിട്ടും അല്ലാതെയൊക്കെ ഇത് പങ്കുവയ്ക്കുന്നുണ്ട്. എസ് കെ എൻ, ഇപ്പോൾ ഈ ഇറാന്റെ കാര്യത്തിൽ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധമുണ്ടാവുമെന്നുള്ള ആശങ്ക പശ്ചിമേഷ്യയിൽ മുഴുവനുണ്ട്. അറബ് രാജ്യങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ അതുപോലെ തന്നെ മലയാളികളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറാനും അമേരിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നൊരു അവസ്ഥയുണ്ടായാൽ അത് വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. എന്ന് മാത്രമല്ല അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ 165 2 കപ്പലുകളായി 165 യുദ്ധവിമാനങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചൈനയിൽ നിന്ന് CM-302 എന്ന കപ്പൽ വേദക മിസൈലുകൾ വാങ്ങാനായി ഇറാനുമായി ധാരണയായി എന്ന് ഇറാൻ അറിയിക്കുന്നു. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പേടി സ്വപ്നമാണ്. പ്രത്യേകിച്ച് റഡാറുകളെയൊക്കെ ഇതിൽ പെടാതെ വളരെ താഴ്ന്നു പറന്നുകൊണ്ട് എത്താൻ പറ്റുന്ന മിസൈലുകളാണ് ചൈനയുടെ CM-302 മിസൈലുകൾ. പക്ഷേ ചൈനയുടെ ഇതിനേക്കാൾ വളരെ അത്യാധുനികമാണ് അമേരിക്കയുടെ മിസൈൽ. പക്ഷേ ചൈന കൂടി ഇതിലേക്ക് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ്. നേരത്തെ ആയത്തുള്ള ഖൊമേനി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അവിടെ ഈ വിമാനവാഹിനി കപ്പലുകൾ വന്നു എന്നുള്ളത് അപകടകരമാണ്. പക്ഷെ അതിനേക്കാൾ അപകടകരമാണ് ഈ കപ്പലുകളെ മുക്കാൻ കഴിവുള്ള വെപ്പൻസ്, ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് അവർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതാണ് ഇപ്പോൾ ചൈനയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ ഒരു യുദ്ധമുണ്ടായാൽ അത് ഇറാനും ഇസ്രായേലും അമേരിക്കയും മാത്രമായി ഒതുങ്ങില്ല, ചൈന ഇടപെടുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയായിട്ടാണ് ഇതിനെ കാണേണ്ടത്. അതുപോലെ തന്നെ എസ് കെയും പറഞ്ഞൊരു കാര്യം ഇന്ത്യക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ സംഘർഷത്തിനിടെ ഇസ്രായേൽ പോയി ഒരുപാട് കരാറുകളിൽ ഒപ്പിട്ടു. ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിലൊക്കെ ഇസ്രായേൽ നമ്മളെ കുറേ സഹായിച്ചതാണ്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ അത് വലിയ ആശങ്ക പടർത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പറഞ്ഞത് ജൂയിഷ് സംസ്കാരത്തിലേക്ക് വലിയ
അടിത്തട്ട് ആയിട്ട് അറിയപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ മദറായിട്ട് അമ്മയായിട്ട് അറിയപ്പെടുന്ന പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നു. അതിനൊക്കെ എതിരെയാണ് അറബ് പത്രങ്ങളൊക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. ദ്രവീഡിയൻസും ആര്യൻസും മാത്രമുള്ള ഇന്ത്യക്ക് എങ്ങനെയാണ് ജൂയിഷ് പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് ഈ സംഘർഷത്തിനിടയിൽ ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അവിടെ പോയത് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അറബ് രാജ്യങ്ങളിൽ ഉയരുകയാണ്. അത് വല്ലാത്ത തരത്തിൽ അവിടെ ജോലി ചെയ്ത ഇന്ത്യൻസ് ആയിട്ടുള്ള ആൾക്കാരെ അവിടുന്ന് അവര് ആന്റി ഇസ്ലാമാണ്, അവരെ പുറത്തു വിടണമെന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. അത് വളരെ സൂക്ഷിച്ച് ഇന്ത്യ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണെന്ന് നമുക്കൊക്കെ മനസ്സിലാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.